നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും എത്തുകയാണ്. ഏപ്രിൽ 4-ന് ഉച്ചയ്ക്ക് 3-ന് തിരുവല്ലയിൽ നടക്കുന്ന ബഹുജന സംഗമത്തിലും വൈകിട്ട് 4-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന റോഡ് ഷോയിലുമാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരിമോഹൻ, തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ലാപ്പിലാണ്. ആവേശ പോരാട്ടം, നേർക്കുനേരുള്ള നേതാക്കളുടെ വെല്ലുവിളി, പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ, ഇതൊക്കെ നമ്മൾ കാണുന്നു. അതിനിടയിൽ തന്നെ ദേശീയ നേതാക്കൾ കൂട്ടത്തോടുകൂടി കേരളത്തിലെത്തി പ്രചാരണം നയിക്കുന്നു. NDAയുടെ പ്രചാരണം നയിക്കാൻ വീണ്ടും മോദി എത്തുകയാണ്. 2 പരിപാടികൾ തിരുവല്ലയിലും തിരുവനന്തപുരത്തും. ക്രമീകരിക്കുന്നത് എങ്ങനെ, ഹരിമോഹൻ? റീജിത്ത് ആര്യ, ആദ്യഘട്ടത്തിൽ പാലക്കാട്, തൃശൂർ മണ്ഡലങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രചാരണത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് 2ാം തവണയും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 സ്ഥലങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ പരിപാടി ഇപ്പോൾ അവസാന ഷെഡ്യൂൾ പ്രകാരം ഉണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നത്. അതായത് 4-ാം തീയതി കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആദ്യത്തെ പരിപാടി തിരുവല്ലയിലാണ്. അതായത് തിരുവല്ലയിൽ അനൂപ് ആന്റണി മത്സരിക്കുന്ന തിരുവല്ല മണ്ഡലത്തിലുള്ള ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു പൊതുയോഗമാണ്. ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടി ചങ്ങനാശ്ശേരി NSS കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി തുടർന്ന് റോഡ് മാർഗം തിരുവല്ലയിൽ എത്തിക്കൊണ്ട് അവിടെ തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ 1.5 ലക്ഷത്തോളം പേരുടെ പരിപാടിയെ അഭിസംബോധന ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. തിരുവല്ല, ആറന്മുള, ഹരിപ്പാട്, ചെങ്ങന്നൂർ, മാവേലിക്കര, റാന്നി, കോന്നി, അമ്പലപ്പുഴ, അടൂർ, ചങ്ങനാശ്ശേരി, കായംകുളം എന്നിങ്ങനെ 11 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയിലാണ് മോദി പങ്കെടുക്കുക. അവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് വരും. ഇവിടെ 4 മണി അല്ലെങ്കിൽ പരമാവധി 5 മണിയോടുകൂടി തന്നെ ഒരു റോഡ് ഷോ, അതൊരു വമ്പിച്ച റോഡ് ഷോ ആയിരിക്കും എന്നുള്ളതാണ് BJP ഇപ്പോൾ അറിയിക്കുന്നത്. ആ റോഡ് ഷോ എന്ന് പറയുന്നത് 1.5 കിലോമീറ്റർ ദൂരമുണ്ടാകും. നഗരമധ്യത്തിലെ കിള്ളിപ്പാലം ജംഗ്ഷൻ മുതൽ കരമന വരെയുള്ള 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് 2 മണ്ഡലങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തുക. ഒന്ന് തിരുവനന്തപുരം മണ്ഡലം, മറ്റൊന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന നേമം മണ്ഡലം. ഇങ്ങനെ 2 മണ്ഡലങ്ങളിലായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ 1.5 കിലോമീറ്റർ റോഡ് ഷോയിൽ ഈ 2 സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള R ശ്രീലേഖയും കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള V മുരളീധരനും പങ്കെടുക്കുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം ആ പരിപാടിക്ക് ശേഷം NDAയുടെ മറ്റ് സ്ഥാനാർത്ഥികൾ, ജില്ലയിലെ മറ്റ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ കൂടി കണ്ട ശേഷം അന്ന് രാത്രി 7 മണിയോടെ പ്രധാനമന്ത്രി കേരളത്തിൽ നിന്ന് മടങ്ങുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് 2 തവണ പ്രധാനമന്ത്രി കേരളത്തിലെത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ടാവുക, തിരുവല്ല എന്ന് പറയുന്നത് ക്രൈസ്തവ സഭകൾക്ക് വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ്. അവിടെ നടക്കുന്ന പൊതു ചടങ്ങിലാണ് പ്രധാനമന്ത്രി സംസാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും FCRയെ കുറിച്ച് സംസാരിക്കാനുള്ള സാധ്യത ആ ഘട്ടത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കും. ഒരുപക്ഷെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേരളത്തിലേക്ക് എത്താൻ പോവുകയാണ്. തിരുവല്ലയിലും തിരുവനന്തപുരത്തും പരിപാടികൾ ഉണ്ടാകും. അതിൽ തന്നെ തിരുവല്ലയിലെ പരിപാടിയിൽ FCRയുമായി ബന്ധപ്പെട്ട പരാമർശം എന്തുണ്ടാകും, അതെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ കടുത്ത വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ തുടരുന്ന സാഹചര്യത്തിൽ മോദിയുടെ പ്രതികരണം അതിൽ ഉണ്ടാകുമോ എന്നതും ശ്രദ്ധേയമാണ്. ചെറിയൊരു